ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഈ 2-3 ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമും ലോഗവും നാട് മൊത്തം വൈറലായിക്കൊണ്ട് നടക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനായിട്ടാണ്. നമ്മുടെ ഗ്രീഷ്മ കോടതി പറയുകയുണ്ടായി, എനിക്ക് 36ാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങുമല്ലോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റും എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഗ്രീഷ്മയുടെ സൈഡ് നോക്കുവാണെങ്കിൽ ഗ്രീഷ്മ എന്താ കോടതി പറയുന്നത്, അവൻ ഭയങ്കര ടോക്സിക് ആയിരുന്നു, എനിക്ക് അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് അവനെ വിഷം കൊടുത്ത്, കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നത് എന്നാണ് ഗ്രീഷ്മ പറയുന്നത്. നമ്മുടെ കോടതി വിധി വന്നത് നമ്മുടെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുക, അവൾക്ക് തൂക്കുകയറ് കൊടുക്കരുതായിരുന്നു. അവൾ എന്ത് ക്രൈമാണ് ചെയ്തത്? ഒരു വ്യക്തിയുമായിട്ട് അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവനുമായിട്ട് അവൻ ബ്രേക്കപ്പ് ആകാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ സ്വത്തിന് വേണ്ടിയിട്ട് മറ്റേ സയനൈഡ് ജോലി ചെയ്ത സെയിം പരിപാടിയാണ് നമ്മുടെ ഗ്രീഷ്മ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ബ്രേക്കപ്പ് ആകാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒന്നെങ്കിൽ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും, അല്ലെങ്കിൽ വനിതാ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുക്കായിരുന്നു. ഇങ്ങനെ ഇവർക്ക് ഒരുപാട് വനിതാ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ഉറപ്പായിട്ടും ഈ കുട്ടിക്ക് താല്പര്യമില്ല, താനുമായിട്ട് ജീവിക്കാൻ, താനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും അവിടുന്ന് സെപ്പറേറ്റ് ആയി പോകാവുന്ന ഒരു കേസേ ഉള്ളായിരുന്നു. എന്തായാലും നമ്മുടെ നിയമത്തെ കുറ്റം പറയുന്ന നാട്ടുകാരാണ്. വനിതാ കമ്മീഷനിലൊക്കെ ഒരു കേസ് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവർ നല്ലതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യും. വനിത എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ത്രീ, ഒരു പെൺകുട്ടി അവരുടെ സൈഡിലായിരിക്കും ഉറപ്പായിട്ടും നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇവള് മനഃപൂർവ്വം തന്നെ ആ ഒരു വ്യക്തിയെ, ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം തന്നെ വിഷം കൊടുത്ത് കൊല്ലുമായിരുന്നു ചെയ്തത്. ഇവളും ഇവിടെ അമ്മയും മാമനും എല്ലാവരും കൂടെ മനഃപൂർവ്വം തന്നെ വിഷം കൊടുത്ത് കൊല്ലുമായിരുന്നു ചെയ്തത്. ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും ഒരു ബാധകമാകണം. ഇനിയൊരു ഗ്രീഷ്മയോ ഇനിയൊരു ഷാരോണോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരരുത്. കാരണം വെച്ചാൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടി റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഫൈനലി മാരേജിലോട്ട് വരെ വരുന്നുണ്ട്. അവൻ സൈക്കോ ആണ്, അവൻ്റെ കയ്യിൽ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പ് സക്സസ് ആയതുകൊണ്ട് സക്സസ് ആകാത്തതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കേസസൊക്കെ നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ ചുറ്റും പരിസരത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ബോധോടാവേണ്ടത്, ആൺകുട്ടികളും. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ ഒരു ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഗ്രീഷ്മയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു കൊലപാതകത്തിലോട്ട് വരെ എത്തിയത്. അപ്പം റിലേഷൻഷിപ്പ് ഉള്ളവരോട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഇവരിൽ രണ്ടിൽ ആർക്കെങ്കിലും താല്പര്യമില്ല, എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഈ റിലേഷൻഷിപ്പിന് ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവളെ കുത്തിക്കൊല്ലാനോ, ഇതേപോലെ നമ്മുടെ ഏതൊക്കെയോ കോളേജിൽ കുത്തിക്കൊല്ലുന്ന കേസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ, ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഈ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇതിലോട്ട് മുതിരുന്നത് വേർപെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള പല സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സെപ്പറേറ്റ് ആവുക തന്നെ വേണം. അല്ലാതെ ഒരു കൊലപാതകത്തിലോട്ടോ ഒന്നിലോട്ടും വരരുത്. ഇപ്പം നിങ്ങൾ ഗ്രീഷ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് സുഖമാണ്, ഒരു വ്യക്തിയെ, ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാനസികമായിട്ട് അവൻ്റെ കൂടെ നിന്നിട്ട് അവനെ ഫിസിക്കലി അവനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അവൻ്റെ ഭാവി, അവൻ്റെ ഫ്യൂച്ചർ അവിടെ പോവുകയാണ് ചെയ്തത്. ശരിക്കും ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഇപ്പോൾ സേഫ് ആകുകയാണ് ചെയ്തത്. ആ ഒരു വ്യക്തി, ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയെ വിഷം കൊടുത്ത് കൊന്നിട്ട് ഇത്ര നാൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലും ജയിലിലും എല്ലാം ആദ്യമൊക്കെ കുറച്ച് അടിയിടിയൊക്കെ കിട്ടി കാണും. പിന്നെ അവൾ കയറി പോകുന്നതിന് മുമ്പ് നല്ല സ്കെൽറ്റായിരുന്നു. അവളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ എന്ത് വണ്ണോ വെച്ചതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ ജയിലിനകത്ത് ഫുഡും കാര്യങ്ങളും, നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ ഗോവിന്ദചാമി തന്നെ. അപ്പോഴത്തേക്കിനും ഞാൻ കാര്യത്തിലോട്ട് വരാം. ജിഷയ്ക്ക് ഒരു തൂക്കുകയറ് കൊടുത്തതിൽ ഒരിക്കലും എനിക്കിഷ്ടപ്പെട്ടില്ല, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല അവർക്ക് തൂക്കുകയറ് കൊടുത്തതിൽ. ആ ഒരു ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ ഒരുപാട് വേദനിച്ചാണ് ഒരുപാട് നാൾ ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവൻ വേദന എടുത്തിട്ടാണ് മരിച്ചത്. പക്ഷേ നമ്മുടെ ഗ്രീഷ്മയുടെ കാര്യം വരുമ്പോൾ ഒരു കയറി തീരും, അവൾക്കൊരു വേദനയായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടതാണ്. ഇപ്പം അവളെ കൊണ്ട് ഏതെങ്കിലും തൂണെ കൊണ്ട് കെട്ടിയിട്ടിട്ട് അവിടെ കണ്ണ് മാത്രം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ അവളെ കുറേ കല്ലെടുത്തൊന്ന് എറിഞ്ഞു നോക്കിക്കേ, അവൾക്ക് എന്തോരം വേദന എടുക്കും. അപ്പോഴെങ്കിലും അവൾ ഇപ്പോൾ കോടതിയിലാണെങ്കിലും കേസിന് വിധി വന്നപ്പോഴും അവൾ ഓക്കെയാണ്. കാരണം വെച്ചാൽ അവൾ വേദനിക്കുന്നില്ല, അവൾക്കൊരു പേഴ്സണലി ഒരു പ്രശ്നമില്ല, അവൾ ഓക്കെയാണ്. അതുകൊണ്ട് അവൾ ഏത് വിധി വന്നാലും അവൾ അക്സെപ്റ്റ് ചെയ്യാൻ
റെഡിയാണ്. അവൾ അത്രയ്ക്ക് ടോക്സിക് ആണ്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒറ്റ കയറി തീരേണ്ട അല്ല അവിടെ ലൈഫ്. അവൻ എങ്ങനെ വേദനിച്ചു അതേപോലെ അവളെ ഡെയിലി ക്രൂരമായിട്ട് വേദനിച്ച് അവളെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര വേദനയായിട്ട്, ഹോസ്പിറ്റലിൽ പോലും ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ വേദനയായി അവൾ മരിക്കണം. എൻ്റെ ഒരു കൺസെപ്റ്റ്, ഞാനായിരുന്നു ജഡ്ജി അല്ലെങ്കിൽ എൻ്റെ കയ്യിലായിരുന്നു റൂളെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനൊരു, ഇപ്പം നമ്മുടെ റേപ്പിംഗ് കേസ് ആണെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനൊരു വിധി മാത്രമേ ഞാൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുള്ളൂ. ഒരിക്കലും ഞാനിങ്ങനെ റേപ്പ് ചെയ്യുന്നവരെ, ഇപ്പോൾ ഗോവിന്ദസ്വാമി തന്നെ രക്ഷപ്പെട്ട് നടക്കും. ഇപ്പോൾ റേപ്പ് ചെയ്യുന്നവരെ 12 വർഷം കഠിന തടവ്, ഇതൊന്നും അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഒരിക്കലും ഒരാളും ഇങ്ങനെ തുനിയാത്ത രീതിയിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഗ്രീഷ്മയുടെ തൂക്കിക്കയറിൽ ഹാപ്പി ആകുന്നവരോട് ഞാൻ പറയാനുള്ളത്, ആ ഒരു കയറിൽ അവിടെ ലൈഫ് അവിടെ കൊണ്ട് സ്റ്റക്കായി പോവുക. മീൻസ് അവളങ്ങ് പോവുക, അവൾ ഹാപ്പി ആയിട്ട് സ്വർഗത്തിലോ നരകത്തിലോ എവിടെയെങ്കിലും പോട്ടെ, പക്ഷേ അവൻ അനുഭവിച്ച ആ ഒരു വേദന സെയിം അവളും അനുഭവിക്കണമായിരുന്നു. ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ, നിങ്ങൾ എന്ത് അഭിപ്രായം അല്ലെങ്കിൽ കോടതി വിധി നല്ലതായിരുന്നു ചീത്തയായിരുന്നു എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.